സംഘചാലക് ശ്രീ മോഹൻ ഭാഗവത് നടത്തിയ പ്രഭാഷണ പരിപാടിയിൽ കേരളത്തിലെ 3 സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാർ പങ്കെടുത്തത് വലിയ അപരാധമാണ് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രസ്താവന മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നടത്തിയതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്, RSS പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് ഈ രാജ്യത്തെ ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വൈസ് ചാൻസലർമാർ ചെയ്തത് തെറ്റാണ് എന്ന് ഈ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പറയുന്നത് എന്നാണ്. RSS നിരോധിക്കപ്പെട്ട സംഘടനയാണോ? അല്ല. ഈ രാജ്യത്ത് ഒരു സ്ഥലത്തും RSS നിരോധിക്കപ്പെട്ടിട്ടില്ല. കേരളത്തിലെ സർവകലാശാല ചട്ടങ്ങളോ വിദ്യാഭ്യാസ നിയമമോ RSS പരിപാടിയിൽ വൈസ് ചാൻസലർമാർ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവർ വ്യക്തമാക്കണം. അപ്പൊ ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് RSS പരിപാടിയിൽ വൈസ് ചാൻസലർമാർ ചെയ്തത് വലിയ അപരാധമാണ്, വലിയ ഗൗരവമുള്ള തെറ്റാണ് എന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ കാര്യം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വിശദീകരിക്കണം. ഒരു കാര്യം ഞാൻ മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിനും അറിയുന്ന ഒരു കാര്യം, അത് അവരുടെ ശ്രദ്ധയിൽ ഒരിക്കൽ കൂടി പെടുത്തുകയാണ്. കാരണം ഈ രാജ്യത്തെ പ്രധാനമന്ത്രി, ഈ രാജ്യത്തെ നിരവധി കേന്ദ്രമന്ത്രിമാർ, നിരവധി സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ, മുഖ്യമന്ത്രിമാർ, ഇവരൊക്കെ RSSുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളാണ്. RSSന്റെ സ്വയം സേവകനാണ് എന്ന് അഭിമാനിക്കുന്ന ആളുകളാണ്. കാരണം ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു സന്നദ്ധ സംഘടന എന്നുള്ള നിലയിൽ, ഒരു വോളണ്ടറി ഓർഗനൈസേഷൻ എന്നുള്ള നിലയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു സംഘടനയായിട്ട് ഇന്ന് RSS മാറിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും RSSും ഒക്കെ ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ ഈ രാജ്യത്ത് പ്രവർത്തനം തുടങ്ങിയ പ്രസ്ഥാനങ്ങളാണ്. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സ്ഥിതി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. RSS ജനങ്ങളുടെ പിന്തുണ ആർജിച്ചുകൊണ്ട്, ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്ന് രാജ്യമാസകലം RSSന്റെ പ്രവർത്തനം വളർന്നുകൊണ്ടിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ ആശയം, ആ ആശയം പിന്തുടരുന്ന ആളുകളുടെ എണ്ണം ഓരോ ദിവസം കഴിയുന്തോറും ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നാളെ RSSനോട് ഇത്രയും വലിയ വിരോധം കാണിക്കുന്ന ആളുകൾ നാളെ പ്രധാനമന്ത്രി അടക്കം RSSുമായിട്ട് ബന്ധമുള്ള ആളാണ് എന്നുള്ള നിലയിൽ കാണണ്ട എന്ന് വെക്കുവോ? കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് RSSന്റെ 100 വർഷത്തെ രാഷ്ട്ര സേവനം സമാനതകളില്ലാത്തതാണ് എന്നാണ് അദ്ദേഹം കഴിഞ്ഞ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യയുടെ സേവനത്തിനായി സമർപ്പിതമായിട്ടുള്ള RSS ലോകത്തിലെ ഏറ്റവും വലിയ NGO ആണ് എന്നൊക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ ഒരാളെ ഞങ്ങൾ ഇനി കാണില്ല എന്ന് പ്രതിപക്ഷ നേതാവോ മുഖ്യമന്ത്രിയോ ഒക്കെ തീരുമാനമെടുക്കുമോ? അപ്പൊ ഈ നിരവധി ഈ വർഷം RSSന്റെ 100 വർഷത്തെ പ്രവർത്തനം, RSSന്റെ പ്രവർത്തനം 100 വർഷത്തിലെത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ RSS രാജ്യവ്യാപകമായിട്ട് നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുന്നു. പല സ്ഥലങ്ങളിലും RSSന്റെ സർസംഘചാലക് നേരിട്ട് പോയിട്ട് ആ പരിപാടികളിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. RSSനെ കുറിച്ചിട്ടുള്ള യഥാർത്ഥ ചിത്രം അവതരിപ്പിക്കുന്നു. സംശയമുള്ള ആളുകൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിന് മറുപടി പറയുന്നു. അതിൽ ഇതാദ്യമായിട്ടല്ല വൈസ് ചാൻസലർമാർ. ജാമിയ മിലിയ സർവകലാശാലയുടെ വൈസ് ചാൻസലർ മഹസർ അലി ആസിഫ്, അദ്ദേഹം ഈ 100ാം വാർഷികത്തോടനുബന്ധിച്ചിട്ടുള്ള പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള നിരവധി വൈസ് ചാൻസലർമാർ. ശ്രീ VD സതീശന്റെ പാർട്ടി നമുക്കറിയാം. ഈ നാട്ടിൽ ജനാധിപത്യം ഇല്ലാതാക്കി നൂറുകണക്കിന് ആളുകളെ, ആയിരക്കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്ത് ഒരു തരത്തിലുള്ള കോടതി നടപടികളോ വിചാരണയോ നടത്താതെ ജയിലിലിട്ട ഒരു പാർട്ടിയാണ്. അടിയന്തരാവസ്ഥ കാലം നടപ്പിലാക്കിയ അങ്ങനെ ഒരു പാർട്ടിയാണ് ശ്രീ VD സതീശന്റെ പാർട്ടി. അപ്പൊ ഇനി
ഈ തരത്തിൽ വൈസ് ചാൻസലർമാർ പങ്കെടുക്കാൻ പാടില്ല എന്നിരിക്കട്ടെ, കോടതിയിൽ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാം. അവർ വല്ല ചട്ടലംഘനവും നടത്തിയിട്ടുണ്ട്, നിയമവിരുദ്ധമായിട്ടാണ് RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തത് എന്നുള്ളത് ആണെങ്കിൽ മുഖ്യമന്ത്രി നടപടിയെടുക്കണം, അദ്ദേഹം മാപ്പ് പറയണം എന്നൊക്കെയാണ് വൈസ് ചാൻസലർമാരോട് പറഞ്ഞിരിക്കുന്നത്. വാസ്തവത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതിന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമാണ് ജനങ്ങളോട് മാപ്പ് പറയേണ്ടത്. മുഖ്യമന്ത്രി വൈസ് ചാൻസലർമാരെ കുറിച്ച് പറഞ്ഞ വാചകം ഞാൻ മുഖ്യമന്ത്രിയെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് വൈസ് ചാൻസലർമാരോട് പൊതുവെ ആദരവുള്ള ഒരു സമൂഹമാണ് കേരളം നാട്. മുഖ്യമന്ത്രിമാരോടും കേരളീയ സമൂഹത്തിന് പൊതുവെ ആദരവുണ്ട്. പക്ഷെ ആ ആദരവ് അവര് വഹിക്കുന്ന കസേരയുടെ ചുമതലയുടെ അന്തസ്സ് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് ജനങ്ങൾക്ക് ആദരവുണ്ടാവുക. ഈ തരത്തിൽ തരംതാണ പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ഇത്രയും കാലം നടത്തിയ ജനങ്ങളിൽ ഭീതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങൾ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തുടരുന്നതിലൂടെ അവരിരിക്കുന്ന പദവിയുടെ അന്തസ്സ് അവർ കളഞ്ഞു കുളിക്കുകയാണ്. അല്ല, രാജ്യത്തെ നിയമം എല്ലാവർക്കും ബാധകമാണ്. ആ നിയമം അനുസരിച്ചിട്ട് അവർക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അവർ ചെയ്യട്ടെ. നിയമം അനുസരിച്ചിട്ട് ഞങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഞങ്ങൾ ചെയ്യും. ഈ സുഗതനെ ജയിലിൽ അയച്ചത് തന്നെ മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഫലമാണ്. കാരണം ഞാൻ ആ സുഗതന്റെ വീട്ടിൽ പോയി. നിങ്ങളെല്ലാവരും പത്രത്തിൽ വായിച്ച വാർത്ത, പോലീസ് നാടകീയ രംഗങ്ങൾക്ക് നടുവിൽ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ്. ഒരു നാടകീയ രംഗം അവിടെ ഉണ്ടായിട്ടില്ല. ഒരു വെടിവെപ്പിന് കാരണമായിട്ടുള്ള ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. കാരണം ആ വീട്ടിലാകെ ഉണ്ടായിരുന്നത് സുഗതനും ഭാര്യയും 2 കുട്ടികളും. 2 കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരാൾ 12ാം ക്ലാസ് പഠിക്കുന്നു, ഒരാൾ 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ പഠിക്കുന്നു. അങ്ങനെ പോലീസുകാർ ആ വീട്ടിൽ ചെല്ലുന്നു എന്നറിഞ്ഞിട്ട് മകൻ ഫോൺ ചെയ്തതനുസരിച്ചിട്ട് സുഗതന്റെ ചേട്ടനും ഭാര്യയും തൊട്ടടുത്ത് താമസിക്കുന്ന ആൾ വരുന്നു. തൊട്ടുപിറകെ സുഗതന്റെ വ്യാപാര സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ വരുന്നു. ഈ 7 പേരുടെ ഭീഷണിയിലാണോ പോലീസ് അകത്തേക്ക് വെടിവെക്കുന്നത്? വാസ്തവത്തിൽ ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ടാണ് നടപടി സ്വീകരിക്കേണ്ടത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ താല്പര്യം അനുസരിച്ച് ഒരു ജനപ്രതിനിധിക്കെതിരായിട്ട് കള്ളക്കേസിൽ കൊടുക്കുന്നതിനെതിരായിട്ട്. ഇവിടെ ഒരു ജനപ്രതിനിധിയുടെ മകളെ ED റെയ്ഡ് ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ വലിയ ബഹളം കാണിക്കുന്ന ആൾക്കാരാണ് മാർക്സിസ്റ്റുകാർ. മകളോട് ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ. അതേപോലത്തെ ഒരു ജനപ്രതിനിധിയല്ലേ സുഗതൻ? അപ്പൊ ഈ തരത്തിൽ കള്ളക്കേസുകൾ ചുമത്തിക്കൊണ്ട് BJPയുടെ ഒരു ജനപ്രതിനിധിയെയും, അത് ഭരണ അട്ടിമറിക്കാനാണെങ്കിലും അല്ലെങ്കിൽ, ഇതൊന്നും ജനങ്ങൾ വിശ്വസിക്കില്ല.